നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഏത് മോഡിലാണ്? തെരഞ്ഞെടുപ്പ് മോഡിൽ. ബീഹാർ കഴിഞ്ഞപ്പോൾ ഏത് മോഡിലായി? വികാര മോഡിൽ. അതെ, മോദിജി തന്നെ പറഞ്ഞാണ് ഇക്കാര്യം. അതിനൊരു കാര്യവുമുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ SIRനെതിരെ പ്രതിഷേധമുയർന്നതോടെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന നിലപാടിലായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അതോടെ പ്രതിഷേധങ്ങൾക്കൊരു മാർഗരേഖ നിശ്ചയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിലേക്ക് ശശി തരൂർ MPയെയും കോൺഗ്രസ് നേതൃത്വം ക്ഷണിച്ചു. ക്ഷണമുണ്ടായിട്ടും തരൂർ ആ യോഗത്തിൽ സംബന്ധിക്കാൻ മെനക്കെട്ടില്ല. ഇതോടെ പാർട്ടിക്കകത്തും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾ ശക്തമായി. തരൂർ കോൺഗ്രസ് വിടുന്നതായിട്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കാതെ ശശി തരൂർ പോയത് എവിടേക്കായിരുന്നു? തരൂർ പോയത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം കേൾക്കാനായിരുന്നു. ഇന്ദിരാഭവനിൽ കോൺഗ്രസിൻ്റെ ആ യോഗം ആരംഭിച്ച അതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിലെ 4 ചിത്രങ്ങളടങ്ങിയ ഒരു പോസ്റ്റ് തരൂർ Xൽ പങ്കുവച്ചു. കടുത്ത ജലദോഷവും ചുമയും ഉണ്ടായിട്ടും താൻ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയതായും അതിൽ ഏറെ സന്തോഷമുണ്ടെന്നുമായിരുന്നു തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പ്രഭാഷണത്തിൽ നരേന്ദ്രമോദി ചെയ്തത് മറ്റൊന്നുമല്ല, കാലാകാലങ്ങളായി കോൺഗ്രസ് രാജ്യത്തോട് ചെയ്തു വന്ന അനീതികൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. മെക്കാളയും കൊളോണിയൽ ഭരണവും ഇന്ത്യൻ സമൂഹത്തിന് ഏൽപ്പിച്ച അടിമ മനോഭാവം 200 വർഷമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം കോൺഗ്രസ് തന്നെയാണെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും മാറ്റണമെന്നാണ് മോദി സൂചന നൽകിയത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് കോൺഗ്രസ് നേതൃത്വം ഈ മാനസിക അടിമത്തത്തെ നീക്കാൻ ശ്രമിച്ചില്ല എന്ന വിശകലനവും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഈ ഭാഗം പ്രത്യേകമായി എടുത്തു കാട്ടിയാണ് തനിക്കിതിൽ, ഈ പറഞ്ഞതിൽ, ഈ കേട്ടതിലൊക്കെ സന്തോഷമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തരൂർ മോദിയെ പ്രശംസിച്ചത്. താൻ തെരഞ്ഞെടുപ്പ് മോഡിലാണെന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച മോദി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വികാര മോഡാണ് ഇപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും വ്യക്തമാക്കി. സാമ്പത്തിക ചിന്തയും സാംസ്കാരിക പുനരുജ്ജീവനത്തിനുമുള്ള ആഹ്വാനവുമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടയാളപ്പെടുത്തുന്നതെന്നാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തരൂർ വീണ്ടും ഒരു കലഹത്തിന് തുടക്കമിട്ടിരിക്കുന്നു. വിശ്വപൗരൻ എങ്ങോട്ട് പോകുമെന്ന് ഇനി ആർക്കും അഭ്യൂഹങ്ങൾ പറയാൻ വയ്യാത്തൊരവസ്ഥ. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട്, വിശ്വപൗരൻ നിന്നുകൊണ്ട് തരൂർ തൻ്റെ വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാട്ടിയിരിക്കുന്നു. ശശി തരൂർ BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ അനീതികൾക്കെതിരെ, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ആ കുടുംബ വാഴ്ചയ്ക്കെതിരെ, ആ കുടുംബം കാട്ടുന്ന മണ്ടത്തരങ്ങൾക്കെതിരെ മുഖത്ത് നോക്കി തന്നെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ, ഒപ്പം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിലെ ചില പ്രസക്തമായ അടിമത്ത വരികൾ, അടിമത്തത്തെക്കുറിച്ചുള്ള ആ ഭാഗം അതെടുത്ത് പരാമർശിച്ച് താനതിൽ ഏറെ സന്തോഷവാനാണ് മോദി ഇങ്ങനെ പറഞ്ഞതിൽ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ പ്രശംസിക്കണമെങ്കിൽ ശശി തരൂർ എത്രത്തോളം ആ കോൺഗ്രസിനുള്ളിൽ മാനസിക വ്യഥ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തം. ഒരുപക്ഷെ ശശി തരൂർ മാറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാകാം. വിശ്വപൗരൻ എന്ന നിലയിൽ താൻ തിരഞ്ഞെടുത്ത കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ പാർട്ടി അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. അതിനേക്കാൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, വ്യക്തികൾക്ക് അംഗീകാരമുള്ള, വലിപ്പച്ചെറുപ്പമില്ലാതെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി അത് BJP മാത്രമാണെന്ന് തരൂറിന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ, ഏറെ താമസിയാതെ തന്നെ തരൂർ ആ പാർട്ടി വിട്ട് പുറത്തു പോയി തൻ്റെ സ്വന്തം വ്യക്തിത്വം നിലനിർത്തുക തന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ ഭാരതം ഉറ്റുനോക്കുന്നതും. ശശി തരൂരിൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണെന്ന്.